എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. നമ്മളുടെ കൂടെ അല്ലാത്തത് പലതും നമുക്കെതിരുമാണെന്നുള്ള വചനഭാഗമാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈശോ മിശിഹ രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ, പിശാചുക്കളെ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുമ്പോഴൊക്കെ ജനക്കൂട്ടം പറയുന്നു, ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് ഇവയൊക്കെ ചെയ്യുക എന്ന്. നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ചില നന്മകളുണ്ടാകുമ്പോൾ നമുക്ക് അവിടെ തിന്മയുടെ പരിവേഷം കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥമായ നന്മ കാണാതെ, അത് വീട്ടിലാവാം, ജോലിയിടങ്ങളിലാവാം, വ്യക്തിബന്ധങ്ങളിലാവാം, കുടുംബജീവിതത്തിലൊക്കെ ആവാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ പരാതിയോടുകൂടെ, കുത്തുവാക്കുകളോടുകൂടെ അവയെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു പ്രവണത ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട്. യഥാർത്ഥ കാരണം നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ലെന്ന് തന്നെയാണ്. എൻ്റെ ഇഷ്ടക്കേട് ഞാൻ പ്രകടിപ്പിക്കുന്ന ചില രീതികളാണ് മേൽപ്പറഞ്ഞവ. പരാതിയോടുകൂടെ, പരിഭവത്തോടുകൂടെ ഒന്ന് രേഖപ്പെടുത്തുവാൻ, വ്യാഖ്യാനിക്കുവാനുള്ള വെമ്പൽ കൊള്ളല്ല. സ്നേഹമുള്ളവരെ, ദൈവത്തോട് കൂടെ ആകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. യാക്കോബിന്റെ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ദൈവത്തോട് കൂടെയാവുക, ദൈവവും നമ്മോട് കൂടെയാവാം. സങ്കീർത്തനം 73-ാം അധ്യായം 28-ാം വാക്യം, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ എല്ലാ ദൈനംദിന കർമ്മങ്ങളും അവസാനിപ്പിച്ച ശേഷം മാത്രമായിരിക്കാം നമുക്ക് ദൈവത്തോട് കൂടെ ആവുക. ചിലപ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ചത്തെ ഭാരങ്ങളൊക്കെ ഒന്ന് തീർത്ത്, അധ്വാനം തീർത്ത് റെസ്റ്റ് എടുക്കുവാനുള്ള ഒരു ദിവസമാക്കി ചിലപ്പോഴെങ്കിലും നമ്മുടെ ഞായറാഴ്ചകൾ മാറുന്നുണ്ടാവാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള പ്രാധാന്യം എത്രമാത്രമാണ്, ഞാൻ ദൈവത്തോടു കൂടെയാണോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഈ വചനഭാഗം ഉപയോഗിക്കാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഇതിനായിട്ട് പരിഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, എൻ്റെ മനസ്സിൽ ആ വ്യക്തികൾ ഉണ്ടാവുകയില്ല. തിരുത്താൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും നന്മയാകുവാൻ ഈശോ നീ കൂടെ ഉണ്ടാവണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ സന്നിധിയോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ എനിക്കിടം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.